ഹലോ ഗൈസ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ സോഡയാണ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് അച്ചാർ സോഡയുടെ റെസിപ്പി എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മഗ് എടുത്തിട്ടുണ്ട്, പിന്നെ അച്ചാറും 7up വെച്ചാണ് ഉണ്ടാക്കാൻ പോകണം നമ്മൾ. അപ്പോൾ അതാ ഗൈസ്, അച്ചാർ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അച്ചാർ തിന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 7up എടുത്ത് 7up ഒഴിക്കണം. കുറച്ച് യുദ്ധമായിരുന്നു അത് പൊട്ടിക്കുക. 7up വെച്ചിട്ടുള്ള അച്ചാർ സോഡ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക. എല്ലാവരും സോഡ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്, എല്ലാവരും സോഡ വെച്ചാണ് ചെയ്യുക. നമ്മൾ മാത്രം കുറച്ച് റേറ്റ് ആക്കി. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് മധുരമൊക്കെ ആകുമ്പോൾ നല്ലൊരു വളിച്ച ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു ഗൈസ്. കുടിച്ചുകൊണ്ടിരുന്ന് നിർത്താൻ പറ്റില്ല, അടിപൊളി സാധനം. അങ്ങനെ എൻ്റെ അനിയത്തിയും കുടിച്ച്, പിന്നെ വീണ്ടും തല്ലായി, പിന്നെ ഞാൻ കുടിച്ച് ഗൈസ്. നല്ല റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഡ ആണെങ്കിൽ നിങ്ങൾക്ക് സോഡ വെച്ച് ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. മധുരമുള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഒരു ടേസ്റ്റ് വന്നു, ബട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത്രയും നേരം നന്നായിട്ട് കുടിച്ചു. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു, അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുടിച്ച് ലാസ്റ്റത്തെ ആ ഒരു ഭാഗം വരെ അതിന് കാത്തിരിക്കണം, ആ ഒരു പീസ് കഴിക്കാൻ. അങ്ങനെ കുടിച്ച് തീർത്ത് ലാസ്റ്റ് ആ കിട്ടിയ പീസ് ഞാനും തട്ടി, അവളും തട്ടി. അവൾക്ക് തൊലിയുള്ള പീസ് കാണുമെന്ന് കുറേ നേരമായി പറയണം, പക്ഷെ അതിപ്പോൾ എൻ്റെ വായയിലായിരുന്നു. അങ്ങനെ ഗൈസ്, അച്ചാർ സോഡ അടിപൊളി. അപ്പം മസ്റ്റ് ട്രൈ. എക്സാമൊക്കെ ആയതുകൊണ്ട് ഇനി നമുക്ക് വീഡിയോസ് കുറച്ചിടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ടെന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ ഗീവ് അവേയും എല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അത്രേ ഉള്ളൂ, ഞാനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ബൈ.